ഇപ്പോൾ നെയ്മൻ പിയേഴ്സൺ ലെമ്മ എന്താണ് ഡിസ്കസ് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്, എന്താണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്നൊക്കെ നോക്കാം. ഒപ്റ്റിമം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പ്രോബ്ലം വി ഹാവ് ദ ഫോം ഓഫ് ദ പോപ്പുലേഷൻ H0 and H1, form of the population H0 and H1 from the described problem directly. അപ്പോൾ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും പോപ്പുലേഷൻ, ഏത് പോപ്പുലേഷനാണ് സാമ്പിൾ എടുത്ത്, അതുപോലെ തന്നെ H0 H1 ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. നമുക്ക് ഒരു ടെസ്റ്റിൽ ചെയ്യേണ്ടത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ടെസ്റ്റിംഗ് എ സിമ്പിൾ ഹൈപ്പോത്തസിസ് H0 തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എഗെയിൻസ്റ്റ് H1 തീറ്റ ഈക്വൽ ടു തീറ്റ 1. The critical region omega is the most powerful critical region of size alpha if P of x belongs to omega under H0 is equal to, അതായത് ഒരു സിമ്പിൾ H0 അഗെയിൻസ്റ്റ് സിമ്പിൾ H1 അത് ടെസ്റ്റ് ചെയ്യാനുള്ള മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് ഏതാണെന്നാണ് ഇവിടെ പറയുന്നത്. P of x belongs to omega under H0 എന്ന് വെച്ചാൽ സാമ്പിൾ ഒബ്സർവേഷൻ ക്രിട്ടിക്കൽ റീജിയനിൽ കിടക്കാനുള്ള പ്രോബിലിറ്റി അണ്ടർ H0 ട്രൂ ആകുമ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ സാമ്പിൾ ഒബ്സർവേഷൻ ക്രിട്ടിക്കൽ റീജിയനിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ആൽഫ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ ഒമേഗ L0 dx is equal to ആൽഫ. L0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് f of x1 തീറ്റ ഇൻറ്റു f of x2 തീറ്റ ഇൻറ്റു എക്സെട്ര ടോട്ടൽ സാമ്പിളിൻ്റെ പ്രോബിലിറ്റി അതാണ്. f of x1 തീറ്റ ഇൻറ്റു എക്സെട്ര f of xn തീറ്റ, x1 x2 xn are n sample from the population with the PD of f of x theta, then L is equal to f of x1 theta into f of x2 theta into etc. f of xn theta, അതാണ് L എന്ന് പറഞ്ഞാൽ. അണ്ടർ H0 ആകുമ്പോൾ L0. അപ്പോൾ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റിന് ഫസ്റ്റ് കണ്ടീഷൻ P of x belongs to omega under H0 is equal to alpha and P of x belongs to omega under H1 എന്ന് വെച്ചാൽ എന്താണ്, we reject H0 when H0 is false, that is when H1 is false, അതായത് ബെസ്റ്റ് കറക്റ്റ് ഡിസിഷൻ. P of x belongs to omega under H1 എന്ന് വെച്ചാൽ we have to reject H0 when H1 is true. അതാണ് കറക്റ്റ് ഡിസിഷൻ. അതായത് 1 minus beta is greater than or equal to P of x belongs to omega star under H1. അതായത് ഒമേഗ സ്റ്റാർ എന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ റീജിയൻ ഓഫ് സെയിം സൈസ് ആൽഫ ആണെങ്കിൽ അതിൻ്റെ പവർ ഒമേഗയുടെ പവറിനേക്കാളും താഴെയാണ്. P of x belongs to omega under H1 is greater than or equal to P of x belongs to omega star under H1. അപ്പോൾ അതിൻ്റെ പവർ ഓഫ് ദ ടെസ്റ്റ് അണ്ടർ omega is greater than or equal to omega star, where omega star is any other critical region of same size alpha. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെസ്റ്റിന് പറയുന്ന പേരാണ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ആൽഫ ക്രിട്ടിക്കൽ റീജിയൻ്റെ സൈസും അതിൻ്റെ പവർ സെയിം സൈസ് ആൽഫയായിട്ടുള്ള വേറൊരു ക്രിട്ടിക്കൽ റീജിയനേക്കാളും പവർ എപ്പോഴും ഒമേഗയ്ക്കായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ റീജിയന് പറയുന്ന പേരാണ്, അങ്ങനെയുള്ള ടെസ്റ്റിന് പറയുന്ന പേരാണ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. And such a critical region is known as best critical region. Uniformly most powerful test. Consider the case of testing a sample H0 theta equal to theta naught against composite H1 theta naught equal to theta naught. In such case, for a predetermined alpha, the best test for H0 is called the uniformly most powerful test. അപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ആൾട്ടർനേറ്റീവ് ആണ്, ഇത്രയുള്ള ഡിഫറൻസ്. അതിന് പറയുന്ന പേരാണ് യൂണിഫോംലി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. ഈ നീമൻ പിയേഴ്സൺ ലെമ്മ എന്താണെന്ന് നോക്കാം. ദിസ് ലെമ്മ പ്രൊവൈഡ്സ് ദ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് ഓഫ് സിമ്പിൾ ഹൈപ്പോത്തസിസ് അഗെയിൻസ്റ്റ് സിമ്പിൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. തിയറം ഈസ് നോൺ ആസ് നീമൻ പിയേഴ്സൺ ലെമ്മ ഈസ് ഗിവൺ ഫോർ സിംഗിൾ കണ്ടിന്യൂസ് വേരിയേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് യൂണിവേരിയേറ്റ് വിത്ത് ഓൺലി വൺ പാരാമീറ്റർ, ഒരു പാരാമീറ്ററിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നമുക്ക് മൾട്ടിവേരിയേറ്റിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അതുപോലെ സിംഗിൾ പാരാമീറ്ററാണ് പറയുന്നത്, അതിനെ കുറേ പാരാമീറ്റർ ഉള്ളതിലേക്കും കൺവേർട്ട് ചെയ്യാം.
Here Neyman Pearson lemma is proved for single continuous variate and a single parameter with probability f of x theta. ഇവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞ് if x and theta are it can be proved for vectors also. വെക്ടേഴ്സിനും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ഒരു വെക്ടർ ആണെങ്കിലും തീറ്റ എന്നുള്ളത് ഒരു വെക്ടർ ആണെങ്കിലും, അതായത് മോർ ദാൻ വൺ പാരാമീറ്ററും മോർ ദാൻ വൺ വേരിയബിൾസും ഉണ്ടെങ്കിലും നമുക്ക് ന്യൂമൻ പിയേഴ്സൺ ലെമ്മ പ്രൂവ് ചെയ്യാൻ പറ്റും. ന്യൂമൻ പിയേഴ്സൺ ലെമ്മ എന്താണെന്ന് നോക്കാം. ലെറ്റ് k greater than 0 be a constant and omega be a critical region of size alpha such that omega is equal to set of all x belongs to S such that f of x theta 1 by f of x theta naught is greater than or equal to k. ഇപ്പോൾ ഇവിടെ ഒമേഗേനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു നോക്കി. The probability under omega is set of all samples such that f of x theta 1 by f of x theta naught is greater than or equal to k. That is, f of x theta 1 is greater than k times f of x theta naught. Or in terms of likelihood function, we can write omega as L1 by L0 is greater than or equal to k. അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ റീജിയനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ദെൻ ഒമേഗ ബാർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ ഒമേഗയുടെ നേരെ കോൺവേഴ്സ് ആയിരിക്കും അല്ലേ. ഇവിടെ ഒമേഗയിൽ L1 by L0 is greater than or equal to k. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ റീജിയനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒമേഗ ബാർ എന്തായിരിക്കും, അതിൻ്റെ കോൺവേഴ്സ്, ദാറ്റ് ഈസ് L1 by L0 is less than k, where L0, L1 are likelihood functions of sample observations of x1, x2, x3, xn under h0 and h1 respectively. Then omega is the most powerful critical region of testing h0 theta equal to theta naught against h1 theta equal to theta 1. അതായത് സിമ്പിൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മോസ്റ്റ് പവർഫുൾ ക്രിട്ടിക്കൽ റീജിയൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ന്യൂമൻ പിയേഴ്സൺ ലെമ്മ വെച്ച് തന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്, എഫ് ഓഫ് എക്സ് തീറ്റ 1 is greater than k times f of x theta naught. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ റീജിയൻ ആയിരിക്കും മോസ്റ്റ് പവർഫുൾ ക്രിട്ടിക്കൽ റീജിയൻ എന്നാണ് പറയുന്നത് ഫോർ ടെസ്റ്റിംഗ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ആൽഫ സൈസ് ആൽഫ ഇസ് ഈക്വൽ ടു, ക്രിട്ടിക്കൽ റീജിയൻ്റെ സൈസ് ആൽഫയാണ്. ക്രിട്ടിക്കൽ റീജിയൻ്റെ സൈസ് ആൽഫയാണ്. അപ്പോൾ and the power of the region can be defined as p of x belongs to omega under h1 that is equal to 1 minus beta. In order to prove the lemma, we have to show that there exists no other critical region of size less than or equal to alpha which is more powerful than omega. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിനെ വേറെ ഒരു ക്രിട്ടിക്കൽ റീജിയനും ഓഫ് സെയിം സൈസ് ആൽഫ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ വിച്ച് ഈസ് മോർ പവർഫുൾ ദാൻ ഒമേഗ. അതായത് വേറെ ഏത് ക്രിട്ടിക്കൽ റീജിയൻ എടുത്താലും അതിൻ്റെ സൈസ് ആൽഫയോ അതിൽ കുറവോ ആണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജസ്റ്റ് ബിലോ ദാറ്റ് ആണെങ്കിലും അതിനേക്കാളും മോർ പവർഫുൾ ആയിട്ടുള്ള വേറൊരു ക്രിട്ടിക്കൽ റീജിയനും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് ഒമേഗ 1 ബി എനി അതർ ക്രിട്ടിക്കൽ റീജിയൻ ഓഫ് സൈസ് ആൽഫ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആൻഡ് പവർ 1 മൈനസ് ബീറ്റ 1. നമ്മൾ വേറൊരു ക്രിട്ടിക്കൽ റീജിയൻ എടുക്കണം, എന്നിട്ട് അതിൻ്റെ പവർ ഇതിനേക്കാളും താഴെയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. മോസ്റ്റ് പവർഫുൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ റീജിയനേക്കാളും പവർ അതിന് കുറവാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദാറ്റ് വി ഹാവ് പി ഓഫ് എക്സ് ബിലോ, ഇങ്ങനെയാണ് 1 മൈനസ് ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ഒമേഗ 1ൻ്റെ പവറാണ്. അപ്പോൾ അത് ഇങ്ങനെ എഴുതാൻ നോക്കാം. പി ഓഫ് എക്സ് ബിലോങ്സ് ടു ഒമേഗ 1 അണ്ടർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു, എച്ച് നോട്ട് ആകുമ്പോൾ പി ഓഫ് എക്സ് ബിലോങ്സ് ടു ഒമേഗ അണ്ടർ എച്ച് നോട്ട് ആകുമ്പോൾ ആൽഫ. അപ്പോൾ ഇവിടെ ഒമേഗ 1 ആകുമ്പോൾ നമ്മൾ ആൽഫ 1. പി ഓഫ് എക്സ് ബിലോങ്സ് ടു ഒമേഗ 1 അണ്ടർ എച്ച് 1 ഇസ് 1 മൈനസ് ബീറ്റ 1 പവർ. Then we have to show that 1 minus beta is greater than or equal to 1 minus beta 1. അതായത് പവർ ഒമേഗയുടെ പവറാണ് ഒമേഗ 1നേക്കാളും ഗ്രേറ്റർ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഒമേഗ ഈസ് മോസ്റ്റ് പവർഫുൾ ക്രിട്ടിക്കൽ റീജിയൻ. നമുക്ക് കൺസിഡർ ചെയ്യാം ഒമേഗ ഇസ് ഈക്വൽ ടു എ യൂണിയൻ സി ആൻഡ് ഒമേഗ 1 ഇസ് ഈക്വൽ ടു ബി യൂണിയൻ സി.
സി മേ ബി എം ടി ഓൾസോ. അപ്പോൾ സി എന്നുള്ളത് എം ടി വേണമെങ്കിലാവാം. അപ്പോൾ നമ്മളിവിടെ ഒമേഗാനെ എ യൂണിയൻ സിയും omega 1 a b ആണ് c ആണ് എടുത്തിട്ടുള്ളത്. It is given that alpha 1 is less than or equal to alpha. Therefore we can write integral over omega 1 L naught dx is less than or equal to integral over omega L naught dx. ഇനി ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സി അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ സി ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടിലും കോമൺ ആയിട്ട് സി ഉണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഇൻറ്റഗ്രൽ ഓവർ ബി എൽ നോട്ട് ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ എൽ നോട്ട് ഡി എക്സ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ആൻഡ് ഫ്രം എ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ സി എന്ന് കൊടുക്കുക. നമ്മൾ എയും ബി ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ എൽ വൺ ഡി എക്സ് എസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ് എസ്, അത് എൽ വൺ ബൈ എൽ നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ആയിട്ട് എഴുതുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ എ എൽ നോട്ട് ഡി എക്സ്. കാരണം എ ബിലോങ്സ് ടു ഒമേഗ അല്ലേ, എ ഒമേഗയ്ക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് എൽ വൺ ബൈ എൽ നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ എ ബിലോങ്സ് ടു ഒമേഗ ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ എ എൽ നോട്ട് ഡി എക്സ്. ഇനി നമുക്കിവിടെ ഇക്വേഷൻ സി അല്ലെങ്കിൽ ഇക്വേഷൻ 1 പ്രകാരം നമുക്ക് എന്താ കിട്ടിയത്? ഇൻറ്റഗ്രൽ ഓവർ ബി എൽ നോട്ട് ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എൽ നോട്ട് ഡി എക്സ്. ദാറ്റ് ഈസ് integral over a L naught dx is greater than or equal to integral over b L naught dx. Using that we can write here this is greater than or equal to k times integral over b L naught dx. ഇവിടെ ഇങ്ങോട്ട് ഒരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഇനീക്വാലിറ്റി നമുക്ക് ഇവിടെ കിട്ടും, k ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ ബി എൽ നോട്ട് ഡി എക്സ്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. അതായത് ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ ബി എൽ നോട്ട് ഡി എക്സ്. ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും കൂടെ കമ്പൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് എൽ നോട്ട് ഡി എക്സ്. പിന്നെ ഫ്രം ബി ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഒമേഗ ബാർ എന്ന അതിൻ്റെ കോൺവേഴ്സ് നമ്മൾ തന്നിട്ടുണ്ട്. എൽ വൺ ബൈ എൽ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഒമേഗ ബാർ. പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇൻറ്റഗ്രൽ ഓവർ ഒമേഗ ബാർ എൽ വൺ ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ ഒമേഗ ബാർ എൽ നോട്ട് ഡി എക്സ്. അപ്പോൾ ഇനി ഒമേഗ ബാറിലുള്ള ഒരു എലിമെൻ്റാണ് ബി അല്ലേ, ഒമേഗ ബാറിലുള്ള ഒരു എലിമെൻ്റാണ് ബി. നോക്കാം എങ്ങനെയാണത്. നിങ്ങൾ ആ രണ്ട് ഡയഗ്രം നോക്കുമ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒമേഗ ബാർ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ. ഒമേഗ ബാറിലുള്ള ഒരു എലിമെൻ്റാണ് ബി അല്ലെങ്കിൽ ഒമേഗ വൺ. അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ ഫോർ ബി ഓൾസോ. അപ്പോൾ വി ക്യാൻ റൈറ്റ് integral over b L1 dx is less than or equal to k times integral over b L0 dx. b ആണ് കേട്ടോ, ബീറ്റ അല്ല, L0 dx. Therefore also from equation d എന്തായിരുന്നു നമ്മളിവിടെ പ്രൂവ് ചെയ്തത്? അതായത് integral over a L1 dx is greater than or equal to k times integral over L0 dx. Therefore combining these two we get integral over b L1 dx is less than or equal to integral over k integral over b L1 dx is less than or equal to k times integral over b L0 dx, and that is less than or equal to integral over a L1 dx. അതായത് ഇക്വേഷൻ ഡിയിൽ നിന്ന് നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കുക. ഇക്വേഷൻ ഡിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻറ്റഗ്രൽ ഓവർ L1 dx is greater than or equal to k ടൈംസ് ഇൻറ്റഗ്രൽ ഓവർ ബി എൽ നോട്ട് ഡി എക്സ്. ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഇൻറ്റഗ്രൽ ഓവർ പി എൽ വൺ ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ എൽ വൺ ഡി എക്സ്. അപ്പോൾ അതിന് ഇനി അതിൻ്റെ കൂടെ രണ്ട് സൈഡിലും ഇൻറ്റഗ്രൽ ഓവർ സി എൽ വൺ ഡി എക്സും കൂടെ ആഡ് ചെയ്തു. ഇൻറ്റഗ്രൽ ഓവർ സി എൽ വൺ ഡി എക്സ് രണ്ട് സൈഡിലും ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടിയില്ല, ഇതും ലാസ്റ്റ് വണ്ണും കൺസിഡർ ചെയ്യുക. അതിന് രണ്ടിനും കൂടെ ഇൻറ്റഗ്രൽ ഓവർ സി എൽ വൺ ഡി എക്സ് ഇൻറ്റഗ്രൽ ഓവർ സി എൽ വൺ ഡി എക്സ് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും?
integral over b union c L1 dx is less than or equal to integral over a union c L1 dx. That is b union c എന്ന് പറഞ്ഞാൽ എന്താണ് omega 1, a union c എന്ന് പറഞ്ഞാൽ omega. That is integral over omega 1 L1 dx is less than or equal to integral over omega L1 dx. That is 1 minus beta 1 is less than or equal to 1 minus beta. That is omega is the omega has higher power than omega 1, and hence omega is the most powerful critical region, and hence the lemma. Repeat ചെയ്ത് കേൾക്കുക, മനസ്സിലാവും.